ഇന്ന് നല്ലൊരു അടിപൊളി ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. തിലാപ്പിയ ഫിഷ് വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം ഫിഷ് ഒന്ന് വറുത്തെടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കുരുമുളക് പൊടി, ഉപ്പ് ചേർത്ത് നന്നായി തേച്ച് പിടിപ്പിച്ച് ഫിഷ് ഒന്ന് വറുത്തെടുക്കാം. മീൻ വറുത്തെടുത്ത എണ്ണയിൽ തന്നെ സവാള ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. സവാള നന്നായി സോഫ്റ്റായി വന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് ഉടയുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് ഇട്ടിട്ട് ഒന്നുകൂടി നന്നായി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം 1 സ്പൂൺ കട്ടത്തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തത്. പിന്നെ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല കുറച്ചധികം ഇടണം, ബിരിയാണി ആയതുകൊണ്ട്. പിന്നെ എരിഞ്ഞ് വെച്ച മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കാം. ഫിഷും മസാലയും കൂടി മിക്സ് ചെയ്യുമ്പോൾ മീൻ പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അങ്ങനെ ബിരിയാണിയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. ജീരകശാല അരിയാണ് എടുക്കുന്നത്. അതൊരു 2 കപ്പ് എടുക്കുന്നുണ്ട്. 2 കപ്പ് അരിക്ക് 3.25 കപ്പ് വെള്ളമാണ് എടുത്തത്. അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുത്തു, കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു, കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു പച്ചമുളക് 2ആയിട്ട് കീറിയിട്ടിട്ട് കൊടുക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് ക്യാരറ്റ്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഒരിത്തിരി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ അരിയൊക്കെ വെന്ത് വന്നു, അതൊന്ന് മാറ്റി വെക്കാം. ഇനി ചോറിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത അണ്ടിപ്പരിപ്പ്, മുന്തിരിയും, ഉള്ളിയും, പിന്നെ പുതിനയിലയും മല്ലിയിലയും കൂടി ഒന്ന് വിതറി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി കലക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് നെയ്യും കൂടി തൂക്കി കൊടുക്കാം. അങ്ങനെ നല്ല അടിപൊളി ഫിഷ് ബിരിയാണി റെഡിയായി. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം.